ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് കുട്ടികളൊക്കെ ടി വി തുറന്നാലും അല്ലെങ്കിൽ മൊബൈലെടുത്ത് യൂട്യൂബിലൊക്കെ ആയാലും അവർക്കൊക്കെ ഇഷ്ടമുള്ളതാണ് കാർട്ടൂൺസ്. നമ്മൾക്കും ചെറുപ്പത്തിലൊക്കെ കാർട്ടൂൺ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ നമ്മൾ പറയുന്ന രീതിയിലൊക്കെ ക്രിയേറ്റിവിറ്റി ആയിട്ട് നമുക്കൊരു കാർട്ടൂൺ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്കത് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ക്രോമാടൂൺ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അലോ കൊടുക്കുക, എല്ലാം അലോ കൊടുക്കുക. എന്നിട്ട് ലെറ്റ് സ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ ഇതിലുള്ള ഓരോരോ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ താഴെ കാണുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നമ്മളിതിൽ നോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അവിടെ നിന്ന് പോവും. അപ്പോൾ നമ്മൾ എല്ലാം ഒന്നിങ്ങനെ നോൺ കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒരു ക്യാരക്ടർ കൊടുത്ത് നോക്കാം. അപ്പോൾ ഇന്ത്യൻ വൈഫ് എന്നാണെങ്കിൽ ഇതാ ഈ അടിയിൽ കാണുന്നില്ല, അങ്ങനെ ഒരു ഇത് വരും. അതുപോലെ ഇന്ത്യൻ വൈഫ് 2, അപ്പോൾ വേറൊരു സ്ത്രീയുടെ, അതുപോലെ ലേഡി. പിന്നെ ഇങ്ങനെ താഴോട്ട് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ പോലീസ് ക്യാരക്ടറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റീവായിട്ട് നമ്മളൊരു സ്റ്റോറി ബിൽഡ് ചെയ്യുക, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് അപ്പോൾ അതിലൊരു പോലീസ് സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോലീസ് ആഡ് ചെയ്യാം. അതുപോലെ മാൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മാൻ ഉണ്ടാവും. പിന്നെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ കസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് കസ്റ്റം എന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രം ഡിവൈസ് എന്നുണ്ട് മുകളിൽ കാണുന്ന, അത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് വേറെ ക്യാരക്ടേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇത് കൊടുക്കുകയാണ്. ഞാനങ്ങനെ പ്രോപ്പർ ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ജസ്റ്റ് എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളൊരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന മൂവ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ ഈ ഐക്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ക്യാരക്ടറിൻ്റെ ഇവിടെ കയ്യിൽ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ വന്നുണ്ടോ സ്ക്വയർ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ മാറ്റുന്നതാണ്. അപ്പോൾ കാല് കണ്ടോ, അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ പൊസിഷനൊക്കെ മാറ്റാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ ഓഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടോ, അത് ഓഡിയോ ആഡ് ചെയ്യുന്നതാണ്. നമ്മളെന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബട്ടൺ, ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രോപ്പർട്ടി, ഇപ്പോൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ കയ്യിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനാണ്. ഇപ്പോൾ പേഴ്സ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കയ്യിലൊരു ബാഗ് വന്നിട്ടുണ്ട്. നൈഫ് ആണെങ്കിൽ കയ്യിൽ നൈഫ് വന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ക്യാരക്ടറിൻ്റെ കയ്യിൽ. അപ്പോൾ അതുപോലെ ഇതിൽ ഒരുപാട് കണ്ടോ ഒരുപാട് സാധനങ്ങളുണ്ട്. സ്പൂണാണെങ്കിൽ സ്പൂണ്, അതൊക്കെ നമ്മുടെ ക്യാരക്ടർ നമ്മുടെ വീഡിയോയുടെ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിലും കസ്റ്റം ഓപ്ഷൻ ഉണ്ട്. പിന്നെ അടുത്ത ബട്ടൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് ഫ്രീസായിട്ട് നിൽക്കുന്നൊരു ഇതാണ്. ഇപ്പോൾ നമുക്ക് സൂം ചെയ്താലൊന്നും ബാക്ക്ഗ്രൗണ്ട് സൂമായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ സൂമിങ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് സൂമായിട്ട് വരും. അത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ലോക്കായിട്ട് കിടക്കും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊരുപാട് മേലെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്യുന്നത് ഗ്രീൻ സ്ക്രീൻ ആക്കുക, ബ്ലൂ സ്ക്രീൻ ആക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ തന്നെ കുറേ, ഇതിപ്പോൾ ഒരു വില്ലേജിൻ്റെ, അപ്പോൾ നമ്മുടെ സ്റ്റോറിയിൽ വില്ലേജൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇതിൽ തന്നെ ഓരോ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇമ്പോർട്ട് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളിവിടെ ഒരു പ്ലസ് ഐക്കൺ കണ്ടോ, ഇതിലാണ് നമ്മൾ ഓരോ കമാൻഡ്സ് അവർക്ക് കൊടുക്കുക, അവരുടെ ക്യാരക്ടറിൻ്റെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ ഉള്ള ഒരു ഇതനുസരിച്ച് ഒരാൾ നടന്നു വന്നിട്ട്
അയാൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വന്നിട്ട് ഒരാളടുത്ത് സംസാരിക്കുക, ഒരാളെ ഹിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പോയിട്ട് ഇരിക്കുക, അതിനുള്ളൊക്കെ കമാൻഡ്സ് നമുക്ക് ഈ മൂവ് 1 മൂവ് 2 നമുക്ക് നമ്മുടെ ക്യാരക്ടർ എന്ത് ചെയ്യണമെന്ന് നമുക്കിതിന് ഡിസൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഈ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടുള്ള പോലെ ഈ ക്യാരക്ടർ ചെയ്തു തുടങ്ങും. അപ്പോൾ നമ്മളെ കയ്യിൽ ആദ്യം പ്രോപ്പറായിട്ട് വേണ്ടതൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റിനനുസരിച്ച് പിന്നെ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഒരു ആനിമേഷൻ, കാർട്ടൂൺ ആനിമേഷൻ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കിഡിലെ ആപ്ലിക്കേഷൻസിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.